നിമിഷ ചേച്ചി എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വിശേഷം എന്ന് പറയാനായിട്ട് ഞാനൊരു 5-6 വർഷം ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും അഭിനയിക്കാനായിട്ട് നമ്മുടെ അരുൺ ചാവറയിലൂടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൺട്രോളർ ചക്കരമുത്ത് കണ്ണിലുണ്ണി എത്തി. ഇതിനകത്തൊരു പോസിറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. നല്ലൊരു പാവൊരമ്മ. ചേച്ചി കൂടുതൽ നെഗറ്റീവാണ് പോസിറ്റീവാണ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഞാൻ ദൂരദർശൻ കാലം തൊട്ടേ അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നൊക്കെ നല്ല നായിക വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അതിനുശേഷമൊക്കെ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിരുന്നു. അതിനുശേഷം പിന്നെ ജനാർദ്ദൻ സാറിന്റെ രഹസ്യം എന്ന് പറഞ്ഞ സീരിയലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. എനിക്ക് കുറച്ച് മറവിയുണ്ട് അതാണ്. അതിനുശേഷം തൊട്ട് നെഗറ്റീവാണല്ലേ? ഏത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് കഥാപാത്രം? നെഗറ്റീവിന് നമുക്ക് പരിമിതിയില്ല. ലുക്ക് കൊടുക്കാനും നമുക്ക് എവിടെ വേണേ എന്ത് ആക്ഷൻ എടുക്കാൻ ഒരു പരിമിതിയില്ല. പക്ഷെ പോസിറ്റീവിന് നമുക്ക് പരിമിതിയുണ്ട്. കൈയെടുക്കാനും കാലെടുക്കാനും ലുക്കിനും എല്ലാത്തിനും. പക്ഷെ യൂഷ്വലി മിക്ക ആർട്ടിസ്റ്റുകളും പറയുന്നത് പോസിറ്റീവ് ചെയ്യാനാണ് താല്പര്യം. ഞാൻ ബേസിക്കലി നെഗറ്റീവാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സമൂഹത്തിനെ പേടിച്ചിട്ടായിരിക്കും. കാരണം വേറൊന്നല്ല, വെളിയിലിറങ്ങുമ്പോഴേക്കും നെഗറ്റീവ് പറയുന്ന കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം എനിക്ക് നെഗറ്റീവ് ചെയ്യാനാണ്. കാരണം നമുക്ക് കുറേ ഡയലോഗ് കാണും പറയാം. നമുക്ക് ആ ഡയലോഗിനനുസരിച്ച് നമുക്ക് ഫ്രീ ആണ്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മറ്റൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞാൽ പരിമിതിയുണ്ട്. ചേച്ചി ഇപ്പോൾ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, സിനിമാസും ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി ഇപ്പം നെഗറ്റീവ് ചെയ്തതിൽ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഏതാണ്? അത് രഹസ്യം, ജനാർദ്ദൻ സാറിന്റെ രഹസ്യം നല്ല ഏഷ്യാനെറ്റ് ചെയ്തല്ലേ? ചെയ്തു. നല്ല നെഗറ്റീവാണ്. അതിനുശേഷം ചെയ്ത ക്യാരക്ടർ എല്ലാം തന്നെ നല്ലതായിരുന്നു. എല്ലാം ഇപ്പം നമ്മുടെ ഇപ്പം ഈ പത്മിനി, സ്നേഹപൂർവ്വം ശ്യാമയിലെ പത്മിനി, എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ചെയ്യാം? കാരണം ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് നെഗറ്റീവാണ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു പക്കാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാവം, വളരെ വളരെ ശബ്ദമൊക്കെ ഇങ്ങനെ താഴ്ത്തി എന്താ മോളെ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. എന്റെ ശബ്ദം കുറച്ച് ബോൾഡാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കട്ടയ്ക്ക് മസ്റ്റ് പിടിച്ച് വലിയ ഉത്തരവ് ചെയ്തിരിക്കുമ്പോൾ മോളെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മെറ്റായി അലിഞ്ഞു എൻ്റെ ഈശ്വര. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് പത്മിനി എന്ന് പറഞ്ഞ കഥാപാത്രം അത് വന്നപ്പോൾ എനിക്ക്, കാരണം ഞാനിങ്ങനെ ചിന്തിച്ചു, കുറേ നെഗറ്റീവ് ചെയ്തതിന് ശേഷം ഒരു പോസിറ്റീവ് ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ഒരു ആഗ്രഹം തോന്നുമല്ലോ. അപ്പം മനസ്സിലുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്താലോ എന്ന്. അത് തന്നെ കിട്ടി. ഓക്കെ, അപ്പം ചേച്ചിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ മരിച്ചു, പിന്നെ ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഓക്കെ, ചേച്ചിയുടെ സ്ഥലം നേറ്റീവ് എവിടെയാണ്? ഞാൻ നേറ്റീവ് ചോദിച്ചാൽ ഞാൻ ജനിച്ചത് നാഗ്പൂരാണ്. നാഗ്പൂരാണ്. അപ്പൊ മലയാളി അല്ലേ? മലയാളിയാണ് ഞാൻ കേട്ടോ, ജനിച്ചു പോയി അവിടെ. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ താമസം അങ്കമാലി. അപ്പൊ ശരിക്കും എവിടുത്തെ കാര്യമാണ്? അല്ലെ, ശരിക്കും എവിടുത്തെ കാര്യം? കോട്ടയംകാരിയാണോ? കോട്ടയംകാരിയാണ്. ഹസ്ബൻഡ് കോട്ടയത്താണ്. അതുകൊണ്ട് ഞാൻ കോട്ടയംകാരിയായി. ഓക്കെ, അപ്പോൾ 5 വർഷം ചേച്ചി ഒരു ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഫീൽഡിൽ നിന്ന് മാറി നിന്നപ്പം ചേച്ചിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പണ്ട് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ്? 5 വർഷം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് മാറി ഒരു മുങ്ങിയ വ്യക്തിയാണ് ഞാൻ. കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് വയ്യാതായി, അങ്ങനെ ഇപ്പം മാറി നിൽക്കേണ്ടി വന്നു. അമ്മയ്ക്ക് വയ്യാതായി, എല്ലാവർക്കും എന്നെ മതി, ഞാൻ നന്നായിട്ട് നോക്കുമെന്നൊക്കെ അവർക്കൊരു ഇത്, അത് ആ ഒരു വിശ്വാസം എനിക്കും ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് പോകാനായിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ചേച്ചി ഇപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, സിനിമയിലാണെങ്കിലും സീരിയലാണ്. അപ്പോൾ ഒത്തിരി സീനിയർ ടോപ്പ് മോസ്റ്റുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ചേച്ചി അഭിനയം കണ്ട് ഞെട്ടി നിന്ന ഒരു ആർട്ടിസ്റ്റ് ആരാണ്? തിലകൻ ചേട്ടൻ. തിലകൻ സാർ പണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പം ശരിക്കും നടക്കുന്നുണ്ട് അല്ലേ? അപ്പം സാറിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാം ഓപ്പണായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്, വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ചേച്ചി തിലകൻ സാറിന് പഠിച്ച ഒരു കാര്യം എന്താണ്? ചേച്ചി അങ്ങനത്തെ ഒരു വ്യക്തിയാണോ? ഐ മീൻ എന്തുണ്ടെങ്കിലും നേരെ വാ നേരെ പോ എന്നുള്ളൊരു ട്രാക്കാണോ? തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, തിലകൻ ചേട്ടൻ നിന്ന് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അഭിനയത്തെപ്പറ്റി പഠിക്കാൻ. തിലകൻ ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തിലകൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അത് പഠിക്കണമെങ്കിലും നമ്മളൊരു മനുഷ്യനിൽ കൂടി പഠിക്കണമെന്നില്ല, പ്രകൃതിയിലെ മൃഗങ്ങളിൽ കൂടിയും പഠിക്കാം. അത് തിലകൻ ചേട്ടൻ അത് അഭിനയിച്ച് കാണിച്ചു. നമ്മൾ വരുവാണ്, നമ്മുടെ ഉമ്മറത്തൊരു പട്ടി കിടക്കുവാണ്, ഒരു നായ കിടക്കുവാണ്. ആ നായ വരുമ്പോഴത്തേക്കും ആ നായ്ക്ക് പല നോട്ടം വരാം. അവൻ്റെ യജമാനനാണ് വരുന്നെങ്കിൽ അവൻ്റെ നോട്ടം വേറെ ആയിരിക്കും.
അറിയാത്തവനാണ് വരുന്നത്, കള്ളം വരുവാണ് വേറെ. അതിൽ കൂടെ നമുക്ക് ഒരുപാട് അവൻ്റെ ചെവി, കണ്ണ്, അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, അതിൽ കൂടെ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമല്ല പഠിക്കാൻ പറ്റുന്നതെന്ന് പറയും. അപ്പോൾ കറക്റ്റാണ് നമ്മൾ നോക്കുമ്പോൾ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം അവനിൽ ഓരോ എക്സ്പ്രഷനും എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഒരു ഇതുണ്ട്. ബാക്കി കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാം. അപ്പം ചേച്ചി എങ്ങനെയാണ് തിലകൻ സാറിനെ പോലെ ചേച്ചിയും എല്ലാം ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണോ അതോ ബോൾഡാണോന്നാണ്. ബോൾഡാണ്? അതെ അതെ, ബോൾഡാണോ? ഞാൻ എൻ്റെ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അല്ലാതെ എനിക്ക് വെട്ടി തുറന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം അങ്ങനെ പറയില്ല ഞാൻ ആരും. അതെന്താ അങ്ങനെ? അവർക്കൊരു വിഷമമായാലോ എന്ന് കരുതി. കാരണം ഞാനിങ്ങനെ അല്ല, ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും പറയുന്ന പെൺകുട്ടികളെ നോ പറയേണ്ടടുത്ത് നോ പറയണം, എസ് പറയേണ്ടടുത്ത് എസ് പറയണം, പേടിക്കാൻ പാടില്ല, ധൈര്യമായിട്ട് പറയണം. ആ വിഷയങ്ങളിൽ അതും ഓക്കെ, അത് പറയണം. നോ പറയേണ്ടത് തന്നെ നോ പറയാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ എന്നെ ഇപ്പം ഒരു പ്രൊഡക്ഷനിൽ നിന്ന് ഒരാൾ വർക്കിന് വിളിച്ച് ഓക്കെ ആയി. അപ്പോൾ ഒരു കോസ്റ്റ്യൂമർ വിളിക്കുവാണ്, ചേച്ചി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിളിക്കണം, നാളെ വർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഹലോ. അല്ലെങ്കിൽ ആദ്യമായിട്ട് വർക്കിന് വിളിക്കുക എന്നിരിക്കും ഒരാൾ. ഹലോ ആരാണ്? അപ്പം ഞാൻ ചോദിക്കും ഹലോ ആരാ ചോദിക്കും. ഞാൻ ഇന്ന ആൾ. ശരി. അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുകയാണ്, ചേച്ചി നാളെ ഡ്രസ്സ് ഉണ്ടേ, പറഞ്ഞോ ഏതൊക്കെ എടുക്കണ്ടേ, അത് മാത്രം മതിയോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരിക്കും ഞാൻ ലൊക്കേഷൻ ചെല്ലുന്നത്. അപ്പോൾ ഇവർ കണ്ടിട്ട് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറയും, അയ്യോ ഈ ചേച്ചിയായിരുന്നു ഫോണിൽ കൂടെ സംസാരിച്ചു, എന്തൊരു ഹെഡ് മാസ്റ്റർ പോലെയാണ് സംസാരിച്ചത്. എൻ്റെ സൗണ്ടിൻ്റെ ഒരു കുഴപ്പമായിരിക്കാണ്. അല്ലാതെ എൻ്റെ കൂടെ ഇതുവരെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ആരും എന്നെപ്പറ്റി അങ്ങനെ ഒരു ചേച്ചി ഭയങ്കര അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കത് പറ്റില്ല.